വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിനടുത്ത് ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിൽ ഒരു പ്രീമിയം ലിവിംഗ് എക്സ്പീരിയൻസ് നോക്കുന്നവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ്. ഇൻഫോ പാർക്കിലേക്ക് വെറും 15 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിൽ എല്ലാവിധ അമ്യൂണിറ്റീസോടും കൂടിയാണ് ഈ ഒരു വില്ല വരുന്നത്. 7 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും സ്റ്റഡി അല്ലെങ്കിൽ ഹോം തിയേറ്റർ റൂമും 3 കാർ പാർക്കിംഗ് സ്പേസോടും കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 500 മീറ്ററും, കിഴക്കമ്പലത്തേക്ക് 3 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, ചാർട്ടർ സ്കൂളിലേക്ക് 6 കിലോമീറ്റർ, സംസ്കാര സ്കൂളിലേക്ക് 8.5 കിലോമീറ്റർ, SMGC കോളേജിലേക്ക് 5.4 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, കാക്കനാടേക്ക് 13 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 24 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ സ്പോട്ട്ലൈറ്റ് ഒക്കെ കൊടുത്താണ് വരുന്നത്. സ്ലോപ്പിംഗ് റൂഫ് നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡാണ് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് വരുന്നുണ്ട്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ നൽകി ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിൽ തന്നെയാണ് 3 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്താണ് ഈ വീടിന്റെ ഫ്രണ്ട് യാർഡ് വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണറും നൽകിയിട്ടുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സൈഡും ഭംഗിയായി തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു 5 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വിൻഡോസും സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. വലുപ്പമുള്ള വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു കോർട്ട്യാർഡ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നൽകിയാണ് ഈ ഒരു TV യൂണിറ്റ് സ്പേസ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലുപ്പമുള്ള സ്ലൈഡിംഗ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ മോഡുലാർ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി സ്റ്റോറേജും മിററോടും കൂടിയാണ് ഈ ഒരു സ്പേസ് വരുന്നത്. പിന്നീട് നമ്മൾ ബെഡ്റൂം സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു സെർവൻറ്റ് ബെഡ്റൂം നൽകിയിട്ടുണ്ട്. അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എക്സ്ട്രാ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ RRന്റെ വയേഴ്സും അതുപോലെ തന്നെ ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗ് ആയിട്ട് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ മോഡുലാർ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഫുഡും ഹോബും എല്ലാം ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ള സിങ്ക് ടാപ്പ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. വാട്ടർ പ്യൂരിഫയറിനും മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ ഡിഷ് വാഷിനുമുള്ള സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി വരുന്ന ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 10 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി വരുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിന്റെയും കൊഹ്ലറിന്റെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സെർവന്റ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെർവന്റ് ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു അപ്പർ ലിവിംഗിൽ അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമും സെക്കൻഡ് ബെഡ്റൂമും വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സ്റ്റഡി റൂം അല്ലെങ്കിൽ ഹോം തിയേറ്റർ റൂം ലഭിക്കുന്നത്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗിലേക്കാണ്. ഈ വീടിൻ്റെ പുറത്തേക്കുള്ള എല്ലാ ഡോറുകളും സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടി ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിന്റെ കൊഹ്ലറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഹോം തിയേറ്റർ റൂം വരുന്നത്. സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. 7 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും സ്റ്റഡി അല്ലെങ്കിൽ ഹോം തിയേറ്ററും 3 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,40,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.